നമസ്കാരം. ഇന്ന് നമസ്കാരം കൊണ്ടാ തുടങ്ങും, സലാം കൊണ്ടൊന്നും തുടങ്ങാൻ പറ്റിയ കോലത്തിലല്ല. നമ്മളെ ഫിറോസിന് എന്താ പറ്റിയത്? ഇപ്പൊ TV ചാനലിൽ പോയിരുന്നിട്ട് വയല് പറയുന്ന പരിപാടിയാ. വയല് പറയാൻ പറ്റില്ല, പഠിച്ചു പോയി പറയണ്ടേ. ഇപ്പൊ പുതിയ ഖുർആൻ തിരിച്ചടിച്ചിൽ തുടങ്ങിയോ? ഖുർആനൊക്കെ നല്ല കുരുത്തക്കേടുന്ന സാധനാട്ടോ, അതിമ കളിച്ചാൻ പോയത്. ഇപ്പൊ എന്താ പറഞ്ഞത്? ഞങ്ങൾ വിശ്വസിക്കുന്നത് വിശുദ്ധ ഖുർആൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഖുർആൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അള്ളാഹു നേരിട്ട് അതിലെ വചനങ്ങൾ പ്രവാചകന് ഇറക്കിക്കൊടുത്തതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ, ലോകത്താകമാനമുള്ള മുസ്ലിങ്ങൾ. ഖുർആൻ അള്ളാഹിന്റെ സൃഷ്ടിയാണ്, അതാണ് മുസ്ലിങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. ഇജ്ജ് വിശ്വസിക്കുന്നുണ്ടാവും, അത് ഞാനൊന്നും വിശ്വസിക്കണില്ല. അപ്പൊ അതിന് മറ്റേ ചെറുക്കം കമന്റ് ബോക്സിൽ പോയാണല്ലോ സഖാവ് എഴുതാന്. മുണ്ടാതെ അടങ്ങിക്ക, ഞാൻ സഖാവ് എന്നുള്ളത് ബേജാറാണ്ട, ഇജ്ജ് എഴുതിക്കോ, ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞ് കേട്ടിട്ട് പോയി എഴുതിക്കട്ടോ. അപ്പോ സുഹൃത്തെ, ഞാൻ ജലീലിന്റെ ആളല്ല, പിന്നെ ഫിറോസിന്റെ ആളല്ല. രണ്ടാളും ഞാൻ നേർക്ക് നേരെ ജീവനോടെ കണ്ടിട്ടുമില്ല, ഓൽക്ക് രണ്ടാക്കും വോട്ടും ചെയ്തിട്ടില്ല. പിന്നെ എന്താ, എനിക്ക് മതം പറയുമ്പോ തെറ്റില്ല, അത് തിരുത്തിയിട്ടില്ലെങ്കിൽ. ഇപ്പൊ എന്റെ ഫ്രണ്ട് ആർട്ട് ലിസ്റ്റിൽ ഒരുപാട് സുഹൃത്തുക്കൾ, നല്ലവരായ ആൾക്കാരുണ്ട്, ലീഗാരുണ്ട്, അല്ലാത്തവരുണ്ട്. ഇത് വിശ്വസിച്ച് തെറ്റിദ്ധരിച്ചിങ്ങാണ്ട് ഓലത് ശരിയാണെന്ന് വിചാരിക്കൂല, ഓലും പറയാൻ തുടങ്ങൂലേ. അപ്പോ ഇത് ജിഫ്രി മുത്തുക്കോയ തങ്ങള് നിങ്ങൾക്കൊക്കെ വിശ്വാസമാണല്ലോ? അല്ലെങ്കിൽ നമ്മളെ പാർട്ടിക്ക് വോട്ട് ചെയ്ത സ്വർഗത്ത് കിടക്കുന്നവരുടെ ഒരു മൂല്യരുണ്ടല്ലോ, ഉസ്താദ്. ആ ഉസ്താദിനെ വിളിച്ച് ചോദിച്ചു, ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണോ? അങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കുന്നുണ്ടോ? ഇനി ഉസ്താദുമാര് പറഞ്ഞൊന്നും കേൾക്കുമെങ്കിൽ ഒരു 2ാം ക്ലാസ്സിലെ കുട്ടിന്റെ അത്ര പോകുന്ന കുട്ടിന്റെ വിവരം വേണ്ടേ? ഞാൻ വെറുതെ പറയില്ല, ഈ 2ാം ക്ലാസ്സിൽ പഠിച്ച അത്ര പോകുന്ന ചെറിയൊരു കുട്ടിന്റെ പാട്ടൊന്ന് കേട്ടോ. നമ്മള് ആ പാട്ടെങ്കിലും ഒന്ന് കേട്ടൂടാ എനിക്ക്. പൂങ്കാവാണ്, പവിത്രത തിളങ്ങണ താരാമ്പരമാണ്, പെരിയോന്റെ കലാമാണ് ഖുർആൻ, പെരിയോന്റെ കലാമാണ്, പെരിയോന്റെ കലാമാണ് ഖുർആൻ, പെരിയോന്റെ കലാമാണ്. കേട്ടോ, പെരിയോന്റെ കലാമാണ്. ചെറിയ കുട്ടി പറയാ, അല്ലാതെ സൃഷ്ടിയാണ് എന്നല്ല. കലാമ് എന്ന് പറഞ്ഞാൽ എന്താ എനിക്കറിയില്ലേ? ഞാൻ പറഞ്ഞിട്ടല്ലോ, കലാമാണ്. പിന്നെന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അള്ളാഹു നേരിട്ട് അതിലെ വചനങ്ങൾ പ്രവാചകന് ഇറക്കിക്കൊടുത്തതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ, ലോകത്താകമാനമുള്ള മുസ്ലിങ്ങൾ. അള്ളാഹു തആല റസൂലുള്ളാഹി തങ്ങൾക്ക് നേരിട്ട് ഇറക്കിക്കൊടുത്തതാണ് ഖുർആൻ. അതിന് പുറമെ ഞാൻ ആരെ തെളിവായിട്ട് പറയാം? ഉസ്താദുമാര് പറഞ്ഞാൽ അംഗീകരിക്കൂല, അന്റെ പ്രവർത്തകരും അംഗീകരിക്കൂല. ഇന്ന മദ്രസക്കോ ഇല്ലെങ്കിലും സിനിമക്കയിലൊക്കെ ഇടക്ക് പോയിക്കോലോ, യേശുദാസ് പറഞ്ഞാൽ അംഗീകരിക്കും. മൂപ്പരോട് ചോദിച്ചു നോക്കാം, എങ്ങനെയാ ഖുർആൻ കിട്ടിയത്? തപത്തിൽ നീ അലിഞ്ഞപ്പോൾ ഖുർആനും കൊണ്ടതാ ജിബ്രീൽ വന്നണഞ്ഞല്ലോ ഹീറാ 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 ഗുഹയിൽ ഏകനായി, ഹീറാ ഗുഹയിൽ ഏകനായി തപത്തിൽ നീ അലിഞ്ഞപ്പോൾ ഖുർആനും കൊണ്ടതാ ജിബ്രീൽ വന്നണഞ്ഞല്ലോ, പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ. ഹിറാ ഗുഹയിൽ ഏകനായി റസൂൽ ഇരിക്കുമ്പോ ജിബ്രീലാണ് ഖുർആൻ കൊണ്ടുവന്നെടുത്തത്. അല്പായിട്ട് 23 വർഷം കൊണ്ടാണ് ഖുർആൻ ഇറങ്ങി തീർന്നത്. അപ്പൊ അള്ള നേരിട്ടും കൊടുന്നെടുത്തല്ല. അപ്പൊ ജാതി അന്ധമായ വിവരക്കേട് വിശ്വസിച്ചിട്ട് അത് മുസ്ലിം അല്ലാത്ത ആളുകളുടെ ഇടയിൽ പോയി വിളമ്പിയിട്ട് അന്നെ ന്യായീകരിച്ചുകൊണ്ട് എന്റെ പിന്നാലെ കുറെ ആൾക്കാര് അസ്ബാബുരിദ്ധത്തിൽപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് അണ്ണാരെ കണ്ണലും തന്നാലായതെന്ന് പറഞ്ഞവര് നമ്മളെ കൊണ്ട് കഴിയണ മാതിരി തിരുത്തുക. എന്റെ ഫ്രണ്ട്സെങ്കിലും തെറ്റിക്കോളൂലോ, അത് വിചാരിച്ച് പറഞ്ഞതാണ്. അപ്പോ മതം പറയുമ്പോ പരമാവധി രാഷ്ട്രീയക്കാരെ മതം പറയാതിരിക്കുക.
പരമാവധി രാഷ്ട്രീയക്കാർ മതം പറയാതെക്കുക, അതാണ് അതിന്റെ ഭംഗി. അത് പണ്ഡിതന്മാര് പറഞ്ഞു. അതിപ്പോ ജിഫ്രി മുത്തുക്കോറ്റങ്ങള്, കാന്തപുർ ഉസ്താദ്, പല ഉസ്താദുമാരോ പണ്ട് എത്രയോ പ്രാവശ്യം പറഞ്ഞതാ. ശംസുലുലമ വരെ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയക്കാർ മതം പറയരുത്. അത് ഇതുകൊണ്ടാണ്, നിങ്ങൾക്കത് അറിയില്ല, നിങ്ങൾക്കൊക്കെ അറിയുമെന്നൊരു ധാരണയാണ്. അപ്പൊ അങ്ങനെ മതം പറയരുത്. ഓക്കെ.